ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ ലൈനയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ, ഇതിന് മുമ്പെടുത്ത ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക, തീർച്ചയായും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ഒന്ന് സങ്കര ഇനങ്ങളാണ് അല്ലേ. സങ്കര ഇനങ്ങൾ നമുക്ക് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് സങ്കര ഇനങ്ങൾ. നമുക്ക് നോക്കണ്ടേ സങ്കര ഇനങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിക്കാണ്ട്. സങ്കര ഇനങ്ങളിൽ തെങ്ങിൻ്റെ സങ്കര ഇനം, നെല്ല്, പയറ്, പച്ചമുളക്, അങ്ങനെ ഓരോന്നിൻ്റെയും സങ്കര ഇനം പഠിക്കാണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഫിക്സ്ഡ് ആക്കി, അതായത് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കൺഫ്യൂഷൻ വന്ന് മാറിപ്പോവാനും അല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ വരാനൊക്കെ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അല്ലേ. കാരണം ഒരുപാട് പേരുകൾ പഠിക്കാണ്ട്. അപ്പോൾ നമുക്ക് പലതും റിപ്പീറ്റ് ചെയ്ത് തന്നെ ഉള്ളിൽ കയറ്റേണ്ടതുണ്ട്. പിന്നെ പലതും കോഡിലൂടെ ഒന്ന് കണക്ഷനൊക്കെ വെച്ച് നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. തെങ്ങിൻ്റെ പ്രധാന സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. ഓക്കെ, നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? എന്താണ് ഈ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം? എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് അല്ലേ തെങ്ങ്. കൽപ്പക വൃക്ഷം എന്നറിയപ്പെടുന്നത്, 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? തെങ്ങാണ്. ഈ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കോക്കോസ് ന്യൂസിഫറ അല്ലേ. കോക്കോസ് ന്യൂസിഫറ എന്നാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം. അതും അറിഞ്ഞിരിക്കണം കേട്ടോ. കോക്കോസ് ന്യൂസിഫറ ചിലപ്പോൾ ചോദ്യം വരും. നമുക്കറിയാം കോക്കനട്ട് ട്രീ ആണ് അല്ലേ, കോക്കനട്ട് ട്രീ ആണ്. അപ്പോൾ കോക്കോസ് ന്യൂസിഫറ, തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കോസ് ന്യൂസിഫറ. ഇനി തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അതിൽ നമ്മൾ നോക്കാം ചന്ദ്രലക്ഷ, ചന്ദ്രൻ. ഇവിടെ 2 ചന്ദ്രന്മാരുണ്ട് അല്ലേ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, പിന്നെ ഇവിടെ ലക്ഷഗംഗ. ഇത് 3 നമുക്കൊന്ന് കണക്ട് ചെയ്താലോ. അതായത് നമ്മൾ രാത്രി നിലാവൊക്കെ കണ്ട് കിടക്കുന്ന ഒരു രാത്രി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ, അതായത് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ ഇടയിലൂടെ നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും? ചന്ദ്രനെ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ചന്ദ്രൻ 2 കിട്ടിയല്ലോ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര തെങ്ങിൻ്റെ സങ്കര ഇനമാണെന്നുള്ളത് കണക്ട് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യുക? തെങ്ങിൻ്റെ ഇടയിലൂടെ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ചന്ദ്രനെ കാണാൻ സാധിക്കും. പിന്നെ എന്ത് കാണും? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും കാണും അല്ലേ. ചന്ദ്രനെയും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഈ ലക്ഷ എങ്ങനെ കണക്ട് ചെയ്യുക? എന്താണ്? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ കിട്ടിയല്ലോ. എന്താണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം? മറന്നോ? തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? കോക്കോസ് ന്യൂസിഫറ. ഓക്കെ, തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കോക്കോസ് ന്യൂസിഫറ. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കോസ് ന്യൂസിഫറ. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തെങ്ങാണ്. കൽപ്പക വൃക്ഷം എന്നറിയപ്പെടുന്നത് ഏതാണ്? തെങ്ങാണ് കേട്ടോ. കൽപ്പക വൃക്ഷം എന്നറിയപ്പെടുന്നതും തെങ്ങാണ്. പിന്നെ എന്താണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതെന്ന് ചോദിച്ചാലും നമ്മുടെ തെങ്ങാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കോക്കോസ് ന്യൂസിഫറ. ഓക്കെ, അപ്പോൾ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇനി ഓപ്ഷൻസ് തന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏത്? ചോദ്യം വരില്ലേ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏത്? തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? കാരണം അതിൽ ഈ ചന്ദ്രനെ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് 2 ചന്ദ്രനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ചന്ദ്രലക്ഷ അവിടെ കിടക്കുന്നുണ്ടാവും, ചന്ദ്രശങ്കര അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ 2 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമുക്കറിയാം ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഏതൊക്കെ വന്നാലും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെങ്ങിൻ്റെ സങ്കര ഇനം ഏതെന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. തെങ്ങിൻ്റെ ഇടയിലൂടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ചന്ദ്രനെയും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അപ്പോൾ തെങ്ങ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഏതാണ്? നെല്ലിൻ്റെ സങ്കര ഇനം ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ എന്നിവയാണ് നെല്ലിൻ്റെ പ്രധാന സങ്കര ഇനങ്ങൾ. ഇത് നമ്മൾ എല്ലാതും ഒപ്പം പഠിക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കണം. നമുക്ക് മനസ്സിലാവണം പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ ഇതൊരു ഗ്രൂപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതിലെ ഒരാളെ നമുക്ക് കണക്ട് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ആരെ കണക്ട് ചെയ്യുക? അന്നപൂർണ.
ഇത് ഈ അന്നപൂർണ്ണ നമുക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അന്നപൂർണ്ണ എങ്ങനെ കണക്ട് ചെയ്യുക? അന്നപൂർണ്ണ, ഈ നെല്ല് എന്താണ്? നെല്ല് നമ്മുടെ അന്നമാണ് അല്ലേ? നെല്ല് നമ്മുടെ അന്നമാണെന്ന് കണക്ട് ചെയ്താൽ അന്നപൂർണ്ണ. അപ്പൊ അന്നപൂർണ്ണ ഈ ഗ്രൂപ്പിലുള്ളതാണെന്ന് നമുക്കറിയാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. സുവർണ്ണ ചോദ്യം വരാറുണ്ട്. വിറ്റാമിൻ എ ഏതിൽ നിന്ന് ലഭിക്കുന്നു? ഏതരിയിൽ നിന്നാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ സുവർണ്ണ അരി അഥവാ ഗോൾഡൻ റൈസിൽ നിന്നുമാണ് വിറ്റാമിൻ എ ലഭിക്കുന്നത്. അപ്പൊ അതും പഠിക്കണേ. ഓക്കെ, വിറ്റാമിനുമായി ബന്ധപ്പെട്ടൊക്കെ അത് ചോദ്യം വരാറുണ്ട്. അപ്പൊ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ഇനി എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യോ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ഒരു വട്ടം കൂടെ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ഒരു വട്ടം കൂടെ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ഇതൊക്കെ ഏതിൻ്റെ സങ്കര ഇനമാണ്? നെല്ലിൻ്റെ പ്രധാന സങ്കര ഇനങ്ങളാണ്. ഓക്കെ, നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ഇനി തെങ്ങിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ അല്ലേ? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ ഏതിലൂടെ നോക്കിയാൽ കാണും? തെങ്ങിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ കാണുമെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ 2 കഴിഞ്ഞു. ഇനി അടുത്തത് പയറിൻ്റെ, നെല്ലിൻ്റെ ഒരു വട്ടം കൂടെ പറയുമോ? ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നെല്ലിൻ്റെ ഒരു പ്രധാന സങ്കര ഇനം എന്നും ചോദ്യം വരും. അപ്പോൾ ചോയ്സ് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ എന്നിവയാണ് നെല്ലിൻ്റെ പ്രധാന സങ്കര ഇനങ്ങൾ. ഇനി പയർ നമുക്കറിയാം അങ്ങനെ വള്ളി പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴുത്തിലൂടെ ഇട്ടാൽ അത് എന്തുപോലെ തോന്നും? മാല പോലെ തോന്നും എന്നാലോചിച്ചാൽ ഇത് ഈ ഒരാളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഒരു ഗ്രൂപ്പാണെന്ന് നമുക്ക് കിട്ടിയാൽ പോരെ. ഈ മാലിക നമുക്ക് കണക്ട് ചെയ്യാലോ അല്ലേ? മാലിക. ഓക്കെ, മാലിക മാത്രം കണക്ട് ചെയ്താൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക അല്ലേ? ലോല ഒരു പാട്ട് പോലെ പഠിച്ചു വെക്കാലോ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒരു വട്ടം കൂടെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അത് പയറിൻ്റെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? ഈ മാലിക വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. മാലിക, മാല. ഓക്കെ, മാല പോലെ കിടക്കുന്ന പയർ. അപ്പം മാലിക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇത് ഏതിൻ്റെയാണ്? ഇത് പയറിൻ്റെയാണ് അല്ലേ? പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇനി ഒരു വട്ടം കൂടെ തെങ്ങിൻ്റെ റിപ്പീറ്റ് ചെയ്യുക. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. തെങ്ങിനിടയിലൂടെ നോക്കിയാൽ നമുക്ക് ചന്ദ്രനെയും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും കാണാം. നെല്ല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, സുവർണ്ണ. പവിത്ര, ഹ്രസ്വ, അന്നം. അന്നം, നെല്ല് നമ്മുടെ അന്നമാണ് അല്ലേ? അന്നം. അപ്പോൾ അന്നപൂർണ്ണ, സുവർണ്ണ. സുവർണ്ണ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, പഠിച്ചു വെക്കണം. സുവർണ്ണ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുവർണ്ണ എന്താണ്? സുവർണ്ണ അരിയിൽ നിന്നും വിറ്റാമിൻ എ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് വിറ്റാമിൻ എ. അതായത് എന്തിൽ നിന്നൊക്കെയാണ് വിറ്റാമിൻ എ ലഭിക്കുക എന്ന് ചോദിക്കുമ്പോൾ ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗോൾഡൻ റൈസാണ് ഈ സുവർണ്ണ അരി. ഗോൾഡൻ റൈസ് അല്ലേ സുവർണ്ണ അരി? അപ്പോൾ സുവർണ്ണ കേട്ടോ, സുവർണ്ണ. ഇനി അതായത് പയറിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഒരു വട്ടം കൂടെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അടുത്തതാണ് പച്ചമുളക്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഒരു പക്ഷേ പഠിക്കാൻ പറ്റുന്നത് ഈ പച്ചമുളകാവും. സിമ്പിളാണ്. പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പച്ചമുളക് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഉജ്ജ്വലം, അതാ ഉജ്ജ്വലം നടക്കുന്നു. അതുപോലെ തന്നെ ജ്വാലിക. ഓക്കെ, ഉജ്ജ്വല, ജ്വാലിക, ജ്വാലമുഖി എന്നൊക്കെ വരും കേട്ടോ. ജ്വാലമുഖി, അനുഗ്രഹം എന്നില്ല, അനുഗ്രഹം നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഓക്കെ, ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ജ്വാലമുഖി എന്നാണ് പഠിക്കേണ്ടത്. ഉജ്ജ്വല, ജ്വാലമുഖി. ജ്വാലിക എന്നും വരും, അല്ലെങ്കിൽ ജ്വാല എന്നൊക്കെ വരും. ഓക്കെ, ഉജ്ജ്വല, ജ്വാലിക, ജ്വാലമുഖി, അനുഗ്രഹ. നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഭാഗം മാത്രം. ഉജ്ജ്വല, അതുപോലെ തന്നെ ഇവിടെ അല്ലേ? ജ്വാല. പിന്നെന്താണ്? അനുഗ്രഹം. അനുഗ്രഹം എങ്ങനെ കണക്ട് ചെയ്യുക? അഥവാ നമ്മൾ പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഉജ്ജ്വലം അല്ലേ? അയ്യോ ഉജ്ജ്വലം എന്താ എരിഞ്ഞിട്ട് അല്ലേ? ഉജ്ജ്വലം. പിന്നെ അതുപോലെ തന്നെ ജ്വാല കണക്ട് ചെയ്യാലോ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹയാണ് കേട്ടോ, അനുഗ്രഹ. അപ്പോൾ ഈ ഐസ് കട്ട മീൻസ് ഐസ് കട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാര എന്തെങ്കിലും എടുത്ത് വായിലിട്ട്, അതായത് ഈ പച്ചമുളക് കടിച്ച് ഇത്രയും എരിഞ്ഞ് അയ്യോ ഉജ്ജ്വലം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം നമ്മൾ ഐസ് കട്ട അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ അനുഗ്രഹം അല്ലേ? അനുഗ്രഹം കിട്ടും. അപ്പോൾ അനുഗ്രഹ. അപ്പോൾ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ജ്വാലമുഖിയാണ് അധികം ചോദ്യം വരാറുള്ളത്. ജ്വാലിക എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. ഇനി വെണ്ടയാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അപ്പോൾ വെണ്ട നമുക്ക് പച്ചമുളക് കണക്ട് ചെയ്യാൻ സിമ്പിളായിട്ട് കിട്ടിയല്ലോ. പച്ചമുളക് കടിച്ചു ഉജ്ജ്വലം അങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ എന്താണ്? ജ്വാലമുഖി. പിന്നെ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് ഐസ് കട്ട എന്തെങ്കിലും എടുത്ത് വായിലിട്ട് അനുഗ്രഹം. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. ഇനി വെണ്ട
വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. എങ്ങനെ കണക്ട് ചെയ്യുക? ഈ അർക്കനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്തൂടെ? അതായത് നമ്മളിപ്പോൾ കോഴീനെയും അതുപോലെ തന്നെ പൂത്തിനെയൊക്കെ നമ്മൾ അറക്കാറുണ്ട്. ഒരുപാട് മൃഗങ്ങളെ നമ്മൾ അറുത്തിട്ടാണ് പിന്നെ അതിനെ കറിയൊക്കെ വെക്കാറ്. ഓക്കെ, അറുക്കുക. അപ്പോൾ ഈ മൃഗങ്ങൾക്ക്, അതായത് ഈ കോഴിനെ മാത്രം ആലോചിച്ചാൽ മതി. കോഴിക്ക് അഥവാ നമ്മളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി എന്ത് പറയും? അയ്യോ വേണ്ട വേണ്ട എന്ന് പറയില്ലേ? അപ്പോൾ വേണ്ട അർക്ക. അർക്കൽ എന്താണ്? വേണ്ട, അർക്കണ്ട. ഓക്കെ, അർക്കൽ വേണ്ട. അപ്പോൾ വേണ്ട. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഈ ഒരെണ്ണത്തിന് ഞാൻ കണക്ട് ചെയ്ത് തരുന്നത് ഈ ഗ്രൂപ്പ് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിക്കാനാണ്. അതായത് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക നമ്മൾ പഠിച്ചു. പിന്നെ അത് കിട്ടാതെ വരിക, അത് ഏത് ഗ്രൂപ്പാണെന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത്? ലോല മാലികയിലെ മാലികനെ മാല വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് പയറാക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അതേതിട്ടാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക പയറാണ്. പയർ മാല പോലെ കിടക്കും. പയർ മാല അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പയർ മാല. പിന്നെ ഇവിടെ എന്താണ്? തെങ്ങിൻ്റെ ഇടയിലൂടെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും, പിന്നെ പവിത്ര ഹ്രസ്വം. അന്നം എന്താണ്? അന്നം. നെല്ല് നമ്മുടെ അന്നമാണെന്നും നമുക്ക് കണക്ട് ചെയ്യാം. നെല്ല്, അന്നം. അത് വെച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പച്ചമുളക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആക്ഷനിലൂടെ കണക്ട് ചെയ്യാം. ഉജ്ജ്വലം. പിന്നെ എന്താണ്? അനുഗ്രഹം. ഓക്കെ, എന്തെങ്കിലും എടുത്ത് വായിലിട്ട് ഈ എരിവൊന്ന് പോയി കഴിഞ്ഞാൽ അയ്യോ അനുഗ്രഹം അല്ലേ? പിന്നെ വെണ്ട അറക്ക വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അയ്യോ അറക്കണ്ട അല്ലേ? അറക്കാൻ പോകുമ്പോൾ കോഴിക്ക് അഥവാ നമ്മളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ കോഴി പറയും വേണ്ട എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പോൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തിയാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഗ്രൂപ്പിനെ ഫിക്സ് ആക്കുക. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഓരോ ഗ്രൂപ്പുകളും ഞാൻ വ്യത്യസ്തമായിട്ട് പറഞ്ഞുതരാം. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഇതൊരു ഗ്രൂപ്പാണ്. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഒരു വട്ടം കൂടെ. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അതിൽ അർക്കനെ കണക്ട് ചെയ്യുക. അർക്കാന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ വേണ്ട. ഓക്കെ, അപ്പോൾ അതുവരെ കിട്ടി. പിന്നെ നെല്ലിൻ്റെ കിട്ടിയല്ലോ. നെല്ലിൻ്റെ എന്താണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ. അന്നം. ഓക്കെ, കണക്ട് ചെയ്യുക. അന്നപൂർണ്ണ, സുവർണ, സൂര്യാശ്വേത, ഹരിത, നീലിമ. അതേതിൻ്റെയാണ്? വഴുതനയുടെയാണ്. അത് നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ, അത് നെല്ലിൻ്റെയാണ് നമ്മൾ പഠിച്ചു. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ തെങ്ങിൻ്റെ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പയറിൻ്റെ പഠിച്ചു. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നുള്ളത് പയറിൻ്റെ ആണെന്നും പച്ചമുളകിൻ്റെ ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹയും നമ്മൾ പഠിച്ചു. ഇനി വെണ്ട, ജ്വാലിക എന്നും ജ്വാലമുഖി എന്നൊക്കെ പഠിച്ചു. കാരണം ജ്വാല കണ്ടു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്താൽ മതി. അത് വെച്ച് പേര് വരും. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്താൽ മതി. ഇനി വെണ്ട പഠിച്ചു. ഇനി വഴുതന നമുക്ക് നോക്കാം. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. അതിലേതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? നീലനെ കണക്ട് ചെയ്യാൻ പറ്റും. നീല കളർ ഉജാലല്ലേ? ഈ ഉജാല ചവിട്ടി നമ്മൾ വഴുക്കി വീഴുന്നത് ആലോചിച്ചാൽ മതി. നീല കളർ ഉജാല ചവിട്ടി വഴുക്കി വീഴുന്നത് കണക്ട് ചെയ്യുക. നീലാന്ന് കണ്ടാൽ ഇനി വഴുക്കി വീഴുന്നത് ആലോചിക്കണേ. ഓക്കെ, അപ്പോൾ വഴുതനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. 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 ഒരു വട്ടം കൂടെ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഓക്കെ, അപ്പോൾ അതുവരെ കിട്ടിയല്ലോ. വഴുതന വഴുക്കി വീഴുന്ന വഴുതന അല്ലേ? വഴുക്കുന്നത് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നീല കളറിൽ എന്തോ ചവിട്ടി വഴുക്കി. ഓക്കെ, അപ്പോൾ അത് ഉജാല കണക്ട് ചെയ്യാലോ. ഉജാല അങ്ങനെ നീല കളറാണ്. അത് ചവിട്ടി നമ്മൾ വഴുക്കുന്നത് ആലോചിക്കാം. ഇനി തക്കാളിയുടെ മുക്തി, അക്ഷയ, അനഘ. മുക്തി, അക്ഷയ, അനഘ. മുക്തി, അക്ഷയ, അനഘ. അപ്പോൾ ആലോചിച്ചാൽ മതി. അക്ഷയയിലെ അനഘ ചേച്ചിക്ക് തക്കാളി ഇല്ലാതെ മുക്തി കിട്ടില്ല എന്ന് ആലോചിച്ചാൽ മതി. അക്ഷയയിലെ അനഘ ചേച്ചിക്ക് തക്കാളി ഇല്ലാതെ മുക്തി കിട്ടില്ല. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുക. അക്ഷയയിലെ അനഘ ചേച്ചിക്ക് തക്കാളി ഇല്ലാതെ മുക്തി കിട്ടില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പാവല്, പ്രിയങ്ക എന്ന് വരും. പിന്നെ പ്രിയ വരും കേട്ടോ. പാവല്, പ്രിയങ്ക ഒക്കെ വരും. പ്രിയങ്ക, പ്രീതി ഇതും വരും. പ്രിയങ്ക, പ്രീതിയും വരാറുണ്ട്. അപ്പോൾ പ്രിയങ്ക, പ്രീതി ഏതിൻ്റെയാണ്? പാവലിൻ്റെ സങ്കരയിനങ്ങളാണ്. പ്രിയങ്ക, പ്രിയങ്ക, പ്രീതി. ഓക്കെ, അത് ഏതിൻ്റെയാണ്? പാവലിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ പ്രിയങ്ക, പ്രീതി. ഓക്കെ, പ്രിയങ്ക, പ്രീതി. അപ്പോൾ പാവലിനെ പ്രാവ് വെച്ച് കണക്ട് ചെയ്തൂടെ? പാവൽ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. വെച്ച് കണക്ട് ചെയ്യുക. കാരണം വെച്ചിട്ടാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ പ്രാവൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ഫുള്ള് കിട്ടും. അപ്പോൾ ഈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? പ്രിയങ്ക, പ്രീതി. ഓക്കെ, അപ്പോൾ അതുവരെ ക്ലിയർ ആണ്. ഇനി തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. എങ്ങനെ കണക്ട് ചെയ്തു? തെങ്ങിനിടയിലൂടെ നോക്കിയാൽ ചന്ദ്രനെയും
ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെയും നമുക്ക് കാണാം. ഓക്കെ, ഇനി നെല്ല് നമ്മുടെ അന്നമാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അന്നം വെച്ചിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സുവർണ. അപ്പോൾ ആ ഗ്രൂപ്പ് കിട്ടി. ഇനി പയറ് വെച്ച് കണക്ട് ചെയ്താൽ വേഗം മനസ്സിലേക്ക് മാല വരണം. മാലിക അല്ലേ, ലോലാ മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇനി പച്ചമുളക്, ഉജ്ജ്വലം, ജ്വാലമുഖി, ജ്വാലിക ഒക്കെ വരും. അനുഗ്രഹം അല്ലേ, എന്തെങ്കിലും എടുത്ത് വായിലിട്ട് അയ്യോ അനുഗ്രഹം. പിന്നെ വേണ്ട, എന്താണ് വേണ്ട അറക്കാൻ പോകുമ്പോഴാണ് വേണ്ട എന്ന് കോഴി പറയുക. ഓക്കെ, അപ്പോൾ കിരൺ അർക്കാനാമിക സൽകീർത്തി. ഇനി വഴുതന, എന്തോ ജ്യോതി വഴിക്ക് വീണ്, നീല കളർ, ഉജാല. അപ്പോൾ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി എന്താണ്, അക്ഷയയിലെ അനഘ ചേച്ചിക്ക് എന്ത് കിട്ടിയാലേ മുക്തി കിട്ടുള്ളൂ? തക്കാളി കിട്ടിയാലേ മുക്തി കിട്ടുള്ളൂ. ഓക്കെ, അക്ഷയയിലെ അനഘ ചേച്ചിക്ക് തക്കാളി കിട്ടിയാലേ മുക്തി കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ വെച്ചിട്ട് പ്രാവൽ എന്ന് വെച്ച് കണക്ട് ചെയ്താൽ പ്രിയങ്ക, പ്രിയ, പ്രീതി. പ്രാ വെച്ചിട്ടാണ് ഫുള്ള് തുടങ്ങുന്നത്. പ്രിയങ്ക, പ്രിയ, പ്രീതി. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പഠിച്ചതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. SCRT കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നീട്ടിയിട്ടില്ല. SCRT പോയിന്റ്സ് അങ്ങനെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോ, പഠിച്ചു വെച്ചോ. നമ്മൾ ഇവിടുന്ന് തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ മനസ്സിലിങ്ങനെ റിവിഷൻ ചെയ്യുക. ഓക്കെ, സെറ്റല്ലേ? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. നൃത്തരൂപങ്ങൾ പ്രചാരത്തിലുള്ള സ്ഥലങ്ങൾ. ഓരോ നൃത്തരൂപങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ? ഗദ്ദിക, അതുപോലെ തന്നെ യക്ഷഗാനം, കാക്കരശ്ശി നാടകം, തെയ്യം അല്ലേ? ഓരോന്നും പ്രചാരത്തിലുള്ള ജില്ല നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നോക്കാം. ആദ്യം ഗദ്ദിക നോക്കാം. ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? ഗദ്ദിക വയനാടാണ് അല്ലേ? ഗദ്ദിക എവിടെയാണ്? ഗദ്ദിക വയനാട്. ഓരോ നൃത്തരൂപങ്ങളും പ്രചാരത്തിലുള്ള ജില്ലകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗദ്ദിക എവിടെയാണ്? ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാടാണ്. എവിടെയാണ്? വയനാട്. ഓക്കെ, ഗദ്ദിക വയനാട്. യക്ഷഗാനം എവിടെയാണ്? യക്ഷഗാനം കാസർഗോഡാണ് കേട്ടോ. യക്ഷഗാനം കാസർഗോഡ്. അപ്പോൾ ഗദ്ദിക വയനാട്, യക്ഷഗാനം കാസർഗോഡ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. അപ്പോൾ ഗദ്ദിക വയനാട്, യക്ഷഗാനം കാസർഗോഡ്, കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. തെയ്യം നമുക്കൊക്കെ അറിയാം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് അല്ലേ? കണ്ണൂർ. തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നതും ഏതാണ്? കണ്ണൂരാണ്. അപ്പോൾ തെയ്യങ്ങളുടെ നാട് ഏതാണ്? കണ്ണൂരാണ്. തെയ്യം പ്രചാരത്തിലുള്ളത് കണ്ണൂരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഗദ്ദിക വയനാട്, യക്ഷഗാനം കാസർഗോഡ്, കാക്കരശ്ശി നാടകം തിരുവനന്തപുരം, തെയ്യം എവിടെയാണ്? കണ്ണൂർ. പടയണി പത്തനംതിട്ടയിൽ, അവിടെ തന്നെ കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് കേട്ടോ. പത്തനംതിട്ടയിലാണ് പടയണി. പടയണിയിലും ഒരു പാണ്ട്, പത്തനംതിട്ടയിലും ഒരു പാണ്ട്. അപ്പോൾ പാ വെച്ച് കണക്ട് ചെയ്താൽ മതി. പാലക്കാട്ടിലേക്ക് പോകരുത്. പാലക്കാട് നമുക്ക് വേറെ പഠിക്കാം. പത്തനംതിട്ട. ഓക്കെ, പത്തനംതിട്ട പടയണി. ഓക്കെ, അപ്പോൾ ഗദ്ദിക വയനാട്, യക്ഷഗാനം കാസർഗോഡ്, കാക്കരശ്ശി നാടകം തിരുവനന്തപുരം, തെയ്യം നമുക്കൊക്കെ അറിയാം അത് കണ്ണൂരാണ്, പടയണി പത്തനംതിട്ട, അവിടെ കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ്. അതിൽ നീലംപേരൂർ പടയണി ചോദിക്കുകയാണെങ്കിൽ ഇനി കൺഫ്യൂഷൻ വരാതിരിക്കും ഒരു സാധനം പറഞ്ഞുതരാം. നീല ആല അങ്ങനെ നടത്തിയതോടെ നീല ആല. നീലംപേരൂർ പടയണി എന്ന് എടുത്ത് ചോദിച്ചാൽ അത് ആലപ്പുഴയിലാണ് കേട്ടോ. നീലംപേരൂർ പടയണി അത് ആലപ്പുഴയിലാണ്. ഓക്കെ, ആലപ്പുഴയിലാണ്. നീല ആല വെച്ച് കണക്കിയാണ് നീലംപേരൂർ പടയണി എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഓക്കെ, നീലംപേരൂർ പടയണി ആലപ്പുഴ. പിന്നെ പടയണി എവിടെയെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട. അവിടെ തന്നെ എവിടെയാണ്? കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് ഏത് പ്രചാരത്തിലുള്ളത്? പടയണി പ്രചാരത്തിലുള്ളത്. അപ്പോൾ ഗദ്ദിക വയനാട്. ഗദ്ദിക ഒന്ന് കൂടെ പറയണേ. ഗദ്ദിക എവിടെയാണ്? ഗദ്ദിക വയനാടാണ്. ഗദ്ദിക വയനാട്. യക്ഷഗാനം എവിടെയാണ്? കാസർഗോഡാണ്. യക്ഷഗാനം കാസർഗോഡ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. തെയ്യം നമുക്ക് കിട്ടും, ഷുവറാണ്. തെയ്യം കണ്ണൂർ. ഇത് കാണുന്ന ഭൂരിഭാഗം 99% ആളുകൾക്കും തെയ്യം എന്തായാലും കിട്ടും. ഇനി അഥവാ കേൾക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ തെയ്യം കണ്ണൂർ നിങ്ങൾക്ക് കിട്ടും. തെയ്യം കണ്ണൂരാണ്. തെയ്യം കണ്ണൂർ. പടയണി പത്തനംതിട്ടയിൽ എവിടേക്കാണ്? കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ്. കടമ്മനിട്ട, ഓതറ. നീലംപേരൂർ പടയണി ചോദിക്കുകയാണെങ്കിൽ നീല ആല എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. നീല ആല. ഓക്കെ, നീല ആല അങ്ങനെ നടത്തിയതോടെ അപ്പോൾ ഗദ്ദിക വയനാട്, യക്ഷഗാനം കാസർഗോഡ്, കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. പിന്നെ ഇത് പഠിച്ചു കണ്ണൂരിൽ ഏതാണ്? കണ്ണൂർ നമുക്കൊക്കെ അറിയാം അത് തെയ്യമാണ്. ഓക്കെ, കണ്ണൂർ തെയ്യം. പിന്നെ പടയണിയാണെങ്കിൽ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ എവിടെയാണ്? കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ്. ഓക്കെ, കടമ്മനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ് ഏത്? പടയണി. അപ്പോൾ നീലംപേരൂർ പടയണി ചോദിച്ചാൽ നീല ആല. ഓക്കെ, നീല ആല അങ്ങനെ കണക്കിത് വെച്ചാൽ നീല ആല. ഓക്കെ, കിട്ടുമല്ലോ. നീല ആല. ഓക്കെ, ഇപ്പം ഏതൊക്കെ പഠിച്ചു? ഗദ്ദിക എവിടെയാണ്? വയനാട്. ഗദ്ദിക
വയനാട് കിട്ടും, ഗദ്ദിക വയനാട് കിട്ടും, യക്ഷഗാനം കാസർഗോഡാണെന്ന് കിട്ടും, കാക്കരശ്ശി നാടകം തിരുവനന്തപുരമാണെന്ന് കിട്ടും, തെയ്യം നമുക്കൊക്കെ കിട്ടും കണ്ണൂരാണ്, തെയ്യം കണ്ണൂരാണ്, പടയണി പാണ്ട് പത്തനംതിട്ട പാണ്ട്, നീല ചോദിച്ചാൽ നീല ആല, നീലം പേരൂർ പടയണി ആലപ്പുഴയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് പൊറാട്ടു നാടകം എവിടെയാണ്? പൊറാട്ടു നാടകം മീനാക്ഷി കല്യാണം കണിയാർകളി ഇതൊക്കെ പാലക്കാടാണ്. ഓക്കെ, പൊറാട്ടു നാടകം മീനാക്ഷി കല്യാണം കണിയാർകളി, പൊറാട്ടു നാടകം മീനാക്ഷി കല്യാണം കണിയാർകളി, പൊറാട്ടു നാടകം മീനാക്ഷി കല്യാണം കണിയാർകളി, മീനാക്ഷി കല്യാണം കണിയാർകളി, പൊറാട്ടു നാടകം മീനാക്ഷി കല്യാണം കണിയാർകളി ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ പാലക്കാടാണ് കേട്ടോ. പൊറാട്ടു നാടകം മീനാക്ഷി കല്യാണം കണിയാർകളി. പിന്നെ വേലകളി, വേലകളിയും ആലപ്പുഴയിലാണ്, വേലകളിയും ആലപ്പുഴയിലാണ്. അപ്പോൾ വേല ആല, നീല ആല അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. വേലകളി ആലപ്പുഴ, വേല ആല, നീലം പേരൂർ പടയണി ആലപ്പുഴ, നീല ആല. അപ്പോൾ നീല, പിന്നെ വേല, പിന്നെ ഇതിനൊക്കെ ഏതുമായിട്ട് കണക്ട് ചെയ്യണം? ആല. ഓക്കെ, ആല, നീല, വേല, ആല ഇതൊക്കെ ആലപ്പുഴയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നീലം പേരൂർ പടയണി, വേലകളി ഇത് രണ്ടും എവിടെയാണ്? ആലപ്പുഴയിലാണ്, ആലപ്പുഴയിലാണ്. പൊറാട്ടു നാടകം എവിടെയാണ്? പൊറാട്ടു നാടകം പാലക്കാട്, മീനാക്ഷി കല്യാണം അതുപോലെ തന്നെ കണിയാർകളി ഇതൊക്കെ എവിടെയാണ്? ഇത് മൂന്നും എവിടെയാണ്? പാലക്കാടാണ് കേട്ടോ, പാലക്കാടാണ്. ഇനി വേലകളി, വേല നമുക്ക് കിട്ടും, ആല, വേല ആല കിട്ടും. അർജുന നൃത്തം എവിടെയാണ്? അർജുന നൃത്തം എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനമാണ് അല്ലേ? അർജുന നൃത്തം പ്രചാരത്തിലുള്ളത് കോട്ടയത്താണ്. അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം. പിന്നെ കുമ്മാട്ടികളി എവിടെയാണ്? തൃശ്ശൂർ. കുമ്മാട്ടികളി, പുലികളി രണ്ടും തൃശ്ശൂർ. പുലികളി നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, തൃശ്ശൂർ പൂരമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പുലികളി ആലോചിച്ചാൽ മതി. അപ്പോൾ പുലികളി തൃശ്ശൂരാണ്. ഓക്കെ, ഉത്സവങ്ങളുടെ നാട്, പൂരങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ നമുക്ക് പുലികളി അവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ പുലികളി, കുമ്മാട്ടികളി ഇത് രണ്ടും എവിടെയാണ്? പുലികളി, കുമ്മാട്ടികളി തൃശ്ശൂരാണ്. വേലകളി എവിടെയാണ്? വേല ആല, അതുപോലെ തന്നെ നീലം പേരൂർ പടയണിയും ആലപ്പുഴയാണ്. പിന്നെ അർജുന നൃത്തം പഠിച്ചു വെച്ചോ, അർജുന നൃത്തം കോട്ടയത്താണ്. അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം, അർജുന നൃത്തം കോട്ടയം. കണിയാർകളി, മീനാക്ഷി കല്യാണം അതുപോലെ തന്നെ പൊറാട്ടു നാടകം, പൊറാട്ടു നാടകം, മീനാക്ഷി കല്യാണം, കണിയാർകളി ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ പാലക്കാട് പഠിച്ചു. വേലകളി, വേല ആല, നീല ആല, നീലം പേരൂർ പടയണിയും വേലകളിയും ആലപ്പുഴ. അർജുന നൃത്തം എവിടെയാണ്? കോട്ടയത്താണ്. കുമ്മാട്ടികളി, പുലികളി രണ്ടും എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഗദ്ദിക എവിടെയാണ്? വയനാട്. യക്ഷഗാനം എവിടെയാണ്? കാസർഗോഡ്. ഒന്നുകൂടെ പറ, ഗദ്ദിക എവിടെയാണ്? വയനാട്. നിങ്ങളുടെ മനസ്സിലുള്ളത് പറയണം. ഗദ്ദിക വയനാടാണ്. യക്ഷഗാനം എവിടെയാണ്? കാസർഗോഡാണ്. കാക്കരശ്ശി നാടകം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കാക്കരശ്ശി നാടകം തിരുവനന്തപുരം. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? പ്രധാനപ്പെട്ട ഒരെണ്ണം ഞാൻ പറഞ്ഞു, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ണൂർ ഏതാണ്? തെയ്യം. തെയ്യം കണ്ണൂരാണ്. പടയണിയാണെങ്കിൽ പത്തനംതിട്ടയിലാണ്. പടയണി പത്തനംതിട്ട, പ വെച്ച് കണക്ട് ചെയ്യുക. പടയണി പത്തനംതിട്ട. നീലം പേരൂർ പടയണി നീല ആല. അതുപോലെ തന്നെ വേലകളിയും ആലപ്പുഴ. നീലം പേരൂർ പടയണിയും വേലകളിയും ആലപ്പുഴ. പുലികളി എവിടെയാണ്? പുലികളി, പുലികളി നമ്മുടെ തൃശ്ശൂരാണ്. കുമ്മാട്ടിക്കളിയും തൃശ്ശൂരാണ്. പുലികളി, കുമ്മാട്ടിക്കളി തൃശ്ശൂരാണ്. പൊറാട്ടു നാടകം, മീനാക്ഷി കല്യാണം, കണിയാർകളി ഇതൊക്കെയാണ് പാലക്കാട്. വേലകളി ആലപ്പുഴ നമ്മൾ പഠിച്ചു. പിന്നെ പ്രധാനപ്പെട്ടതാണ് അർജുന നൃത്തം. അർജുന നൃത്തം എവിടെയാണ്? അത് കോട്ടയത്താണ്. അർജുന നൃത്തം കോട്ടയത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോയിട്ടുണ്ട്. സങ്കര ഇനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നൃത്തരൂപങ്ങളാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ക്ലാസ്സിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സങ്കരീനങ്ങൾ എന്തായാലും പഠിച്ചു പോകണം. SCERT ഉള്ളത് കൂടെയാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ ഇവിടെ തന്നെ പഠിച്ചും പോയിട്ടുണ്ട്. കണക്ഷനും പറഞ്ഞു തന്ന് ഒപ്പം അതിനൊക്കെ ഒരു ഗ്രൂപ്പാക്കി റിപ്പീറ്റ് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോന്ന് മനസ്സിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് എന്തൊക്കെയാണോ കോഡ് പറഞ്ഞത് അല്ലെങ്കിൽ കണക്ഷൻ പറഞ്ഞത് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഓരോന്നും കിട്ടും. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്